അമിത്ഷാ കേരളത്തിൽ വന്നു. നരേന്ദ്രമോദി വരാൻ പോകുന്നു. മോദി എന്നാണ് ഞാൻ പറയുന്നത്. മോദി വരാൻ പോകുന്നു. അമിത്ഷാ വന്ന് ടാർഗറ്റ് കൊടുത്തു. കഴിഞ്ഞ പ്രാവശ്യം വന്ന് ടാർഗറ്റ് കൊടുത്തു പോയി. ആ ടാർഗറ്റ് എത്തിയില്ല. ഇപ്രാവശ്യം ടാർഗറ്റ് കൊടുത്തു. അത് ടാർഗറ്റ് കുറച്ചുകൂടെ വലിയ ടാർഗറ്റാണ് കൊടുത്തിരിക്കുന്നത്. 30% നേടണം എന്നൊരു ടാർഗറ്റാണ് കൊടുത്തിരിക്കുന്നത്. വോട്ട് 30% നേടണം. അതിനിടയിൽ അദ്ദേഹം ഒരു സെൻറ്റൻസ് പറഞ്ഞു. 2-3 ടാർഗറ്റാണ് കൊടുത്തിരിക്കുന്നത്. ഒന്ന് 30% നേടണം, പിന്നെ ശബരിമല വിഷയത്തിൽ ശക്തമായ പ്രക്ഷോഭത്തിലേക്ക് പോകണം. അത് എന്തുകൊണ്ടോ BJP അറച്ചറച്ച് നിൽക്കുകയാണ്. അമിത്ഷായ്ക്ക് കാണുന്ന ആവേശമൊന്നും കേരളത്തിലെ BJPക്ക് കാണുന്നില്ല. അതെന്താ കാര്യമെന്നറിയില്ല. എന്താണ് അന്തർധാരയെന്ന് നമുക്കറിയത്തില്ല. കേരള BJP സമരം ചെയ്തിട്ട് കോൺഗ്രസ് അതിൻ്റെ ബെനിഫിറ്റ് കൊണ്ടുപോകും എന്നുള്ളത് കൊണ്ടാണോ അതറിയില്ല. എന്തായാലും BJP അത് പക്ഷേ ശക്തമായി സമരം ചെയ്യണം, വലിയ ആവേശത്തിൽ ചെയ്യണം അത് എന്ന് പറഞ്ഞിട്ടാണ് അമിത്ഷാ പോയത്. പിന്നെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള അതിൻ്റെ വിലയിരുത്തലും പറഞ്ഞ കൂട്ടത്തിലൊരു കാര്യം കൂടി പറഞ്ഞു. അത് അമിത്ഷാ പറഞ്ഞതാണോ അതോ രാജീവ് ചന്ദ്രശേഖർ വെച്ച റിപ്പോർട്ടിലുള്ളതാണോ എന്നുള്ളതാണ്. രാജീവ് ചന്ദ്രശേഖർ വെച്ച റിപ്പോർട്ടിലുമുണ്ട്. അമിത്ഷായും പറഞ്ഞു ഗ്രൂപ്പ് പ്രവർത്തനം മതിയാക്കണമെന്ന്. എന്തൊരു ഗതികേടാണ്. നാളെ കേരളം ഭരിക്കാൻ പോകുന്ന പാർട്ടിയുടെ യോഗത്തിലാണ് വന്ന് പറയുന്നത് നിങ്ങൾ ഗ്രൂപ്പ് പണി നിർത്തണം. ഇപ്പോഴും അത് പറയേണ്ടി വരുന്നത്, അല്ലെങ്കിൽ ഈ ഒരു സംവിധാനത്തിൽ അത് ചർച്ച ചെയ്യേണ്ടി വരുന്നത് വളരെ വളരെ മോശമാണ്. എന്തായാലും കേരളത്തിൽ 10-30 സീറ്റ് പിടിക്കുക, 30% വോട്ട് പിടിക്കുക എന്നുള്ള ഒരു വലിയ ടാർഗറ്റാണ് വച്ചിരിക്കുന്നത്. ഒരു 5 സീറ്റെങ്കിലും പിടിച്ചാൽ നല്ലത് എന്നുള്ള ചിന്തയിലാണ് പല ചാനലുകളും പറയുന്നത്. ഇപ്പോൾ തിരുവനന്തപുരത്തുള്ള 2-3 മണ്ഡലങ്ങളും ചാത്തന്നൂരും ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള പല മണ്ഡലങ്ങൾ പറയുന്നുണ്ട്. പിന്നെ വടക്കുമൊക്കെ പറയുന്നു. പക്ഷെ അങ്ങനെ എന്തായാലും വലിയ ഒരു മിഷനാണ് അമിത്ഷാ കൊടുത്തിട്ട് പോയിരിക്കുന്നത്. അത് വലിയ തോതിൽ ചെയ്തെടുക്കാൻ പറ്റണം എന്നുള്ളിടത്താണ് BJP നിൽക്കുന്നത്. അപ്പോഴും രാജീവ് ചന്ദ്രശേഖരൻ്റെ ആവട്ടെ അമിത്ഷായുടെ ആവട്ടെ ഇന്നലത്തെ റിപ്പോർട്ടിംഗ് അല്ലെങ്കിൽ ചർച്ചയിൽ വന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നിങ്ങൾ ഗ്രൂപ്പ് രാഷ്ട്രീയം കളയണം. അതിലൂടെ നിങ്ങൾ രക്ഷപ്പെടില്ല. ഒറ്റക്കെട്ടായി നിൽക്കണം. ഒരു പ്രാവശ്യം പോലും അധികാരത്തിൽ വരാത്ത ഒരു സംവിധാനം, ഒരു പാർട്ടി ഗ്രൂപ്പ് രാഷ്ട്രീയത്തിലേക്കൂടെയാണ് ഓടിപ്പോകുന്നതെങ്കിൽ എങ്ങനെയാണ് നിങ്ങൾ നാളെ ഇത് കൃത്യമായി ഭരിച്ചു പോകുന്നത്? ഭരണം കിട്ടിയാൽ തന്നെ തമ്മിലടിച്ച് പൂക്കുല പോലെ പോവില്ലേ എന്നുള്ള ഒരു ചിന്ത കിടപ്പുണ്ട്. അപ്പോൾ നിങ്ങളെ തോൽപ്പിക്കുന്നത് നിങ്ങൾ തന്നെയാണ്. കുമ്മനം രാജശേഖരൻ തോറ്റതെങ്ങനെയാണ്? രാജീവ് ചന്ദ്രശേഖർ തോറ്റതെങ്ങനെയാണ്? ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ നിങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വോട്ടുകൾ കൊടുക്കും. ഇപ്പോൾ കാര്യം സംഘപരിവാറിൻ്റെ വോട്ടുണ്ട്, BJPയുടെ വോട്ടുണ്ട്, BJPക്കകത്തുള്ള ഗ്രൂപ്പുണ്ട്, പല ഇക്വേഷനാണ് നിങ്ങൾ. ആ ഇക്വേഷൻ ഉള്ളതുകൊണ്ട് BJP പല ഇക്വേഷനാണ്. ആ ഇക്വേഷനുകൾ ഉള്ളത് കൊണ്ട് ഈ ഇക്വേഷനുകളെല്ലാം കൂടി സെയിമായി വന്നാലേ ജയിക്കാൻ പറ്റുകയുള്ളൂ. അതിപ്പോൾ സുരേഷ് ഗോപി പോലുള്ള ഒരാൾ അവിടെ നിന്നപ്പോൾ ഈ പാർട്ടിക്ക് അതീതമായി ഗ്രൂപ്പുകൾക്ക് അതീതമായുള്ള ഇക്വേഷൻ വന്നു, സുരേഷ് ഗോപി ജയിച്ചു. അങ്ങനെ കേരളത്തിൽ മുഴുവൻ സുരേഷ് ഗോപിമാരെ കൊണ്ട് നിർത്തിയാൽ പിന്നെ BJPക്കാർക്ക് ജയിച്ചു കയറാൻ പറ്റുന്ന പ്രശ്നമേ ഇല്ല എന്ന് എല്ലാ BJPക്കാരും തിരിച്ചറിയണം. അത് ഏത് ഗ്രൂപ്പ് കളിക്കുന്ന ആളും തിരിച്ചറിയണം. നമ്മൾ ഗ്രൂപ്പ് കളിച്ച് അപ്പുറത്തെ ആളിനെ തോൽപ്പിച്ചാൽ, അല്ലെ കൂടെ നിൽക്കുന്ന ആളിനെ തോൽപ്പിച്ചാൽ മറ്റൊരാൾ നമ്മളെ ആളുകളെ തോൽപ്പിക്കും, നമ്മുടെ ഗ്രൂപ്പുകാരെ തോൽപ്പിക്കും. അങ്ങനെ കേരളത്തിൽ അങ്ങോളമുള്ള 140 മണ്ഡലങ്ങളിൽ സെലിബ്രിറ്റികൾ നിൽക്കുന്ന സ്ഥലമൊഴുത്ത്, ഇപ്പോൾ ശ്രീലേഖ IPS അല്ലെങ്കിൽ കൃഷ്ണകുമാർ ഇങ്ങനെയൊക്കെ തുടങ്ങിയുള്ള കുറേ സെലിബ്രിറ്റികളുണ്ടല്ലോ, അവർ നിൽക്കുന്നിടത്ത് ഈ ഗ്രൂപ്പിൻ്റെ പ്രശ്നം വരില്ല. അല്ലാത്ത സ്ഥലത്ത് നിങ്ങൾ തന്നെ പരസ്പരം വെട്ടി ഗ്രൂപ്പ് രാഷ്ട്രീയം കളിച്ചു പോകും. ഇതുണ്ടാവരുത് എന്നാണ്. ഒറ്റക്കെട്ടായി നിന്നാൽ നമുക്ക് വോട്ട് പിടിക്കാൻ കഴിയും എന്നുള്ളതാണ് പിന്നെ എടുത്തൊരു തീരുമാനം. ക്രിസ്തീയ മിഷണറിമാരെയും അച്ഛന്മാരെയും കണ്ട് സമയം കളയേണ്ട, അതേസമയം അവരുടെ താഴെത്തട്ടിലുള്ള ആളുകളെ പോയി കാണുകയും പട്ടികജാതി പട്ടികവർഗ്ഗക്കാരെ കൂടെ നിർത്തുകയും ദളിത് ആദിവാസികളെ കൂടെ നിർത്തുന്നതിനുള്ള പ്രോജക്റ്റുകളും പ്രവർത്തനങ്ങളും ഏറ്റെടുക്കണമെന്നൊരു കാഴ്ചപ്പാട് BJP കൊണ്ടുവന്നിട്ടുണ്ട്. അത് വേറൊരു ഷിഫ്റ്റാണ്. BJP ഇപ്രാവശ്യം എടുക്കുന്ന മറ്റൊരു ഷിഫ്റ്റാണ്. അപ്പോൾ ഒരു 30% വോട്ട് പിടിക്കണം, കുറേ സീറ്റ് പിടിക്കണം, 10-30 സീറ്റിലെങ്കിലും നിർണായകമാകണം. അടുത്ത പ്രതിപക്ഷം, ഈ വർഷത്തെ പ്രതിപക്ഷമാവാൻ പറ്റത്തില്ല, 2026 പറ്റത്തില്ല, 31 പ്രതിപക്ഷമാവുക, കോൺഗ്രസ് വേഴ്സസ് BJP ആവുക എന്നുള്ളതൊക്കെയാണ് കാഴ്ചപ്പാട്. CPM-നെ തകർത്തിട്ട് ആ ഒരു സ്പേസ് BJP എടുക്കുകയും ആ സ്പേസിലൂടെ പിന്നെ കോൺഗ്രസ് BJP എന്നുള്ള ഒരു ലൈനാണ്. UDF BJP. കാര്യം UDF-ന് എളുപ്പമല്ല പെട്ടെന്ന് തകർക്കാൻ. എന്തെന്ന് വെച്ചാൽ അതിനകത്ത് കേരള കോൺഗ്രസ് ഉണ്ട്, മുസ്ലിം ലീഗ് ഉണ്ട്. 2 പ്രബല പാർട്ടികളാണ്. അവർക്ക് 2 പേർക്ക് വോട്ടുമുണ്ട്. മലബാർ എടുത്തു കഴിഞ്ഞാൽ മുസ്ലിം ലീഗ് പ്രബലമാണ്, മധ്യ തിരുവിതാംകൂർ എടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ മധ്യ കേരളം എടുത്തു കഴിഞ്ഞാൽ വളരെ പ്രബലമാണ് കേരള കോൺഗ്രസും ക്രിസ്ത്യൻ വിഭാഗവും. അപ്പോൾ അതുകൊണ്ട് അത് രണ്ടിനെ തകർക്കുക എളുപ്പമല്ല. അവരുടെ കുറേ സീറ്റ് അവർ പിടിക്കും. അതുകൊണ്ട് തന്നെ CPM-നെ
പൊട്ടിക്കലാണ് പ്രധാനമെന്ന് പറഞ്ഞുകൊണ്ട് CPM നേതാക്കളെ ഇങ്ങോട്ട് കൊണ്ടുവരും. ഇപ്പോൾ രാജേന്ദ്രനെ കൊണ്ടുവരുന്നു. പല സ്ഥലത്തും CPM നേതാക്കളെ BJPയിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിലൂടെ വളരെ വലിയ തോതിലാണ് ഈ പരിപാടികൾ നടക്കുന്നത്. എന്തായാലും അമിത്ഷാ വന്ന് പുതിയ ടാർഗറ്റ് കൊടുത്തിട്ട് പോയിരിക്കുകയാണ്. ഇനിയിപ്പോൾ നരേന്ദ്രമോദി വരും. മിഷൻ 26 ആദ്യത്തെ ടാർഗറ്റ്, പൊളിറ്റിക്കൽ ടാർഗറ്റ് പിന്നെ അമിത്ഷാ കൊടുത്തു. ഇനി ഡെവലപ്മെൻ്റൽ ടാർഗറ്റുമായിട്ടാണ് ആര് വരുന്നത്? നരേന്ദ്രമോദി വരുന്നത്. മോദിയെക്കുറിച്ച് പറയുമ്പോൾ ഒരു വല്ലാത്തൊരു ജീവനാണ്, അത് പറയാതിരിക്കാൻ കഴിയില്ല. കാരണം ഇന്നലെ 1000 വർഷമായതിൻ്റെ, സോമനാഥ ക്ഷേത്രം തകർത്തതിൻ്റെ 1000 വർഷത്തിൻ്റെ ആഘോഷങ്ങൾ ഇന്നലെ അവിടെ നടന്നു. അതിലുമൊക്കെ ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു പൂജാരിയേക്കാൾ, ഒരു തന്ത്രിയേക്കാൾ ഒരു വളരെ വലിയ ഒരു ഹൈപ്പാണ് നരേന്ദ്രമോദിക്ക് അവിടെ കിട്ടുന്നത്. അത് അദ്ദേഹം ദിവസം കഴിയും തോറും ഇപ്പോൾ അയോധ്യ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠ നടത്താൻ കഴിഞ്ഞു, പ്രാണപ്രതിഷ്ഠ നടത്താൻ കഴിഞ്ഞു. ഒരു വല്ലാത്തൊരു ഭാഗ്യമുള്ള ഒരു ജീവിതമാണത്, ജന്മമാണത്. അപ്പോൾ എന്തായാലും വളരെ മനോഹരമായ രീതിയിൽ അത്തരം കാര്യങ്ങൾ അവിടെ നടക്കുന്ന ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഇനിയിപ്പോൾ അദ്ദേഹം നാട്ടിലേക്ക് ഇവിടെ കേരളത്തിൽ വരുന്നുണ്ട്. അദ്ദേഹം വരാൻ പോകുന്നത് ഡെവലപ്മെൻ്റൽ കൺസെപ്റ്റുകൾ പറയാനായിരിക്കും. വികസിത അനന്തപുരിയും അല്ലെങ്കിൽ വികസിത തിരുവനന്തപുരം കോർപ്പറേഷനും വികസിത കേരളവും പറയാനായിരിക്കും അവർ വരുന്നത്. നരേന്ദ്രമോദി വരുന്നത് നാളെ. ഇന്നിപ്പോൾ വിഴിഞ്ഞം തെരഞ്ഞെടുപ്പാണ്, അതിൻ്റെ റിസൾട്ട് വരാൻ ഇന്നാണ് 13 ഇന്നാണ് വിഴിഞ്ഞം തെരഞ്ഞെടുപ്പാണ്, അതിൻ്റെ റിസൾട്ട് വരാൻ കിടക്കുന്നു. അപ്പം അതുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള വിഷയങ്ങൾ ഇനി വരാനുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്തുകൊണ്ടുള്ള വളരെ ഗൗരവമായിട്ടുള്ള ഒരു പരിപാടിയാണ് നടക്കുന്നത്. തീർച്ചയായിട്ടും നമ്മുടെ അമിത്ഷാ കൊടുത്തിട്ടുള്ള ടാർഗറ്റ് ഫുൾഫിൽ ചെയ്യാൻ വലുതായിട്ട് വിയർക്കേണ്ടി വരും BJP. 30% എന്ന് പറഞ്ഞാൽ ചെറിയ വോട്ടല്ല. കാരണം 45% ന്യൂനപക്ഷമാണ് ഇവിടെ. 55-56% ഭൂരിപക്ഷമുള്ളൂ. ആ 56% ഭൂരിപക്ഷം 3ആയി പിരിയും. അതിൽ ഒരു പിരിവ് കോൺഗ്രസ് കൊണ്ടുപോകും, അവരിപ്പോൾ വളരെ ഹൈപ്പിൽ നിൽക്കുകയാണ്. ഒരു പിരിവ് CPM കൊണ്ടുപോകും, ഒരു പിരിവ് മാത്രമേ കിട്ടുകയുള്ളൂ. ഇനി ഈ ഒരു പിരിവ് കിട്ടുന്ന രണ്ടുപേർ കൊണ്ടുപോകുന്നവരിൽ ഈഴവരുണ്ട്, നായറുണ്ട്, മറ്റ് കമ്മ്യൂണിറ്റികളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രബലമായ കമ്മ്യൂണിറ്റി ഈഴവ കമ്മ്യൂണിറ്റിയാണ്. ആ ഈഴവ കമ്മ്യൂണിറ്റി നമ്പറിൽ കൂടുതൽ. അവർ വെള്ളാപ്പള്ളി നടേശൻ അപ്പുറത്ത് നിൽക്കുകയാണ്. ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം. സുകുമാരൻ നായർ അപ്പുറത്ത് CPM കൂടെ നിൽക്കുകയാണ്. അപ്പോൾ സുകുമാരൻ നായരും വെള്ളാപ്പള്ളി നടേശനും CPM കൂടെ നിൽക്കുമ്പോൾ സ്വാഭാവികമായും നിഷ്പക്ഷമായി നിൽക്കുന്നതിനേക്കാൾ അപ്പുറത്തോട്ട് സ്ട്രോങ് ആയി നിൽക്കുമ്പോൾ ഈ ഈഴവരുടെയും നായരുടെയും വോട്ട് ഫ്ലോ വരാൻ സാധ്യതയില്ല. വോട്ട് വരും, പക്ഷെ ഒരു ഫ്ലോ വരാൻ സാധ്യതയില്ല. അപ്പോൾ ഇതും കൂടെയൊക്കെ മനസ്സിലാക്കിക്കൊണ്ടുള്ള ഒരു പൊളിറ്റിക്സ് ആയിരിക്കണം. വർക്കൗട്ട് ചെയ്താൽ മാത്രമേ BJPക്ക് കരകയറാൻ കഴിയുകയുള്ളൂ. എന്തായാലും ടാർഗറ്റ് വയ്ക്കുന്നതിന് തെറ്റില്ല. അവർ വളരുന്നുണ്ട്, പാർട്ടി എന്നുള്ള നിലയിൽ അവർ വളരുന്നു. പിന്നെ BDJS വളരെ കുറേ കൂടി അച്ചടക്കത്തോടു കൂടിയും ഒരു ഇരുത്തം വന്ന പാർട്ടിയായി മാറിയിട്ടുണ്ട്. അതിൻ്റെ മെച്ചം ഒരുപക്ഷെ BJPക്ക് കിട്ടിയേക്കാം. പിന്നെ വെള്ളാപ്പള്ളിയെ പോയി കണ്ടു, ജാവേദ്കർ അടക്കമുള്ള ആളുകൾ പോയി കണ്ട് കുറേ ചർച്ചയൊക്കെ നടത്തിയിട്ടുണ്ട്. രാജീവ് ചന്ദ്രശേഖർ പോയി കണ്ടു. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഇതെല്ലാം നമ്മുടെ അമിത്ഷാ പറഞ്ഞതിന് ഉപോത്ബലകമായി വന്നാൽ വലിയ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ തീർച്ചയായിട്ടും എന്താ സംഭവിക്കുക നമുക്കറിയില്ല. പക്ഷെ 30% എന്ന് പറയുന്നത് വലിയൊരു ടാർഗറ്റ് തന്നെയാണ്.